തീരുമാനിക്കോ? അത് നീയാണ് തീരുമാനിക്കണത്. നിന്റെ ഇഷ്ടമൊന്നും ഇവിടെ നടക്കൂല. ഞാൻ അച്ഛനും അമ്മയും വിട്ട് ഒരിടത്തും പോവൂല. ആരുടെ നിന്റെ അച്ഛനും അമ്മയും? ഞങ്ങൾ നിന്റെ ആരുമല്ല. മേലാ നിന്റെ വീട്ടിൽ കണ്ടോലും. ഇറങ്ങടി. നിന്നെ ഞാൻ ഇവിടെ നിന്ന് പറപ്പിക്കുമെന്ന് പറഞ്ഞ് വെറുതെ അല്ലാന്ന് മനസ്സിലായ. നല്ലൊരു ദിവസമായിട്ട് ആ കൊച്ചിനെ എന്തിനാടാ നിങ്ങളുടെ കൂടെ വെച്ച് ഫോട്ടോ എടുത്തത്? നാട്ടുകാർ കണ്ട എന്ത് വിചാരിക്കും? അമ്മ ഇത് രേവതിയുടെ സെക്കൻഡ് മാരേജ് ആണെന്നും അവൾക്ക് ആദ്യത്തെ കല്യാണത്തിൽ കൊച്ചുണ്ടെന്ന് അറിയാവുന്നവർ മാത്രമേ എന്നോട് വന്നിട്ടുള്ളൂ. പിന്നെ നക്ഷത്രം എനിക്കെന്നെ സ്വന്തം മോളെ പോലെയാണ്. അവൾക്കും എന്നെ നല്ല കാര്യമുണ്ട്. നാളെ എൻ്റെ രേവതിയുടെ ജീവിതത്തിൽ കുഞ്ഞ് വന്നാലും എൻ്റെ മൂത്ത മോളുടെ സ്ഥാനത്ത് നക്ഷത്രം തന്നെ ആയിരിക്കും. ഞാൻ, അമ്മ, അച്ഛൻ. കറക്റ്റല്ലേ? ഇതിനകത്തെ ഒരു ബ്രാഞ്ചും കൂടെ വരയ്ക്കണം. മോക്ക് കൂട്ടായിട്ടെ ഒരാളും കൂടെ അങ്ങോട്ട് വരാൻ പോവുകയാണ്. എന്താ മോളെ? എനിക്ക് ഈ തുണി ഒന്ന് കഴുകണമായിരുന്നു. മോളെ അമ്മയ്ക്ക് ഒട്ടും വയ്യായിരിക്കല്ലേ? ഒരു കാര്യം ഞാൻ അമ്മമ്മ എടുത്ത് പറയാം. മോളുടെ ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിലേക്കോ? ഇത്രയും തുണിക്ക് വേണ്ടി വാഷിംഗ് മെഷീൻ ഇടുന്നത് വേസ്റ്റാണ്. അതുകൊണ്ട് നീ ബാത്റൂമിൽ പോയി കഴുകിയാൽ മതി. അമ്മമ്മ എനിക്കത് അറിഞ്ഞൂടാ. ഏത് സമയം നിന്റെ അമ്മ ഒന്ന് കഴുകി തരൂ. പോ. എൻജോയ് ചെയ്യാവുന്നതൊക്കെ ഇപ്പം തന്നെ എൻജോയ് ചെയ്തോണം. വാവ വന്നു കഴിഞ്ഞാലേ എൻ്റെ ഫുൾ കെയർ ഇങ്ങോട്ടായിരിക്കും. ഫുൾ കെയർ നിനക്ക് മാത്രമേ തരുള്ളൂ, എന്നെ നോക്കൂല. എന്തൊറ്റി മോളെ, ഉറങ്ങിയില്ലേ? അമ്മ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? അച്ഛൻ എന്നെ വിട്ടു പോയ പോലെ അമ്മ എന്നെ വിട്ടു പോവോ? അങ്ങനെ ഒന്നും ഒരിക്കലും ചിന്തിക്കല്ലേ. അമ്മ എൻ്റെ പൊന്നെ വിട്ടിട്ട് ഒരിടത്തും പോവില്ല. എന്നും ഇതുപോലെ കെട്ടിപ്പിടിച്ച് കൂടെ തന്നെ ഉണ്ടാവും. അമ്മ എന്താ പറ്റി? എനിക്ക് നിന്റെ കൊച്ചിനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിനു മുമ്പ് ഈ പെണ്ണെ എന്നെ കൊല്ലും. ഇന്നലെ അവള് കളിപ്പാട്ടെല്ലാം വലിച്ചു വാരി ഇട്ടിരുന്നു. ഞാൻ അതിനെ അടുക്കി പറക്കി വയെന്ന് പറഞ്ഞിട്ട് അവൾ വഴക്ക് പറഞ്ഞു. ആ ദേഷ്യത്തിൽ ഞാൻ നടക്കുന്ന ഇടത്തിൽ ഈ കളിപ്പാട്ടം എല്ലാം വാരിയിട്ട് എന്നെ തള്ളിയിട്ട്. വന്നു നിനക്ക് തീരെ ഒരു അനുസരണ ഇല്ലല്ലേ? തുടർന്ന് തന്നോണ്ടല്ലോ. അതെങ്ങനെ? ഞാനല്ലേ കൊഞ്ചി വഷളാക്കിയത്. അവള് വഴക്ക് പറയണ്ട മക്കളെ, കൊച്ചല്ലേ. എല്ലാരും കൊച്ചായിട്ട് തന്നെയല്ലേ അമ്മ വലുതാവണത്. ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ വലുതാകുമ്പോ എന്തായിരിക്കും പൊടിപ്പ്?